ഈ നമ്മുടെ നാട്ടിലൊരു ഒരു ഒരു ട്രെൻഡേ നമുക്കറിയാം. ഇപ്പം യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ് അല്ലേ? വിദേശത്ത് നമ്മൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഒരു സഖ്യകക്ഷിനെ പോലെ നിന്നുകൊണ്ട് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുക. ഈ ഒരു സമയത്ത് നമ്മുടെ മലയാളികളിൽ നമ്മുടെ പ്രധാനപ്പെട്ട കണ്ടിരിക്കുന്ന ഒരു ഹോബിയാണ്, എന്ത് പറഞ്ഞാലും മലയാളികളെ കുറച്ച് വിഭാഗത്തിലുള്ള ആളുകൾക്ക് അറിയാം, ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല, കുറച്ച് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു പ്രത്യേക രീതിയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നരേന്ദ്രമോദി രാജിവെക്കണം, അല്ലെ നരേന്ദ്രമോദിയുടെ പ്രശ്നമാണ്. സംഘികൾക്ക് എന്ത് പറ്റി? ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു വാക്കുച്ചരിക്കുമ്പോഴേ ചോദിക്കുന്ന ചോദ്യമാണ്, സംഘികൾക്ക് എന്ത് പറ്റി? അല്ലെങ്കിൽ ഈ യുദ്ധം നടത്തുന്നത് നരേന്ദ്രമോദിയാണ് എന്ന ഒരു ലാഘവത്തോടെയാണ് മലയാളി ഇതിനെ കാണുന്നത്. ഒരു പ്രത്യേക ഒരു സ്വഭാവം കേട്ടോ. ഇതുമായിട്ട് നരേന്ദ്രമോദിക്ക് യാതൊരു ബന്ധവുമില്ല എങ്കിൽ കൂടി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഉടനെ നരേന്ദ്രമോദി അല്ലെങ്കിൽ വിദേശത്ത് എന്ത് നടക്കണം ഇവിടെ. അപ്പം നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ട് നമ്മുടെ രാജ്യദ്രോഹികളെ പോലെ സംസാരിക്കുന്ന കുറേ ആളുകളുണ്ട് ഇവിടെ. ഇതിൻ്റെ ലോജിക്കാണ്. ഇതിൻ്റെ രാഷ്ട്രീയക്കാരെ നോക്കണം. രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യം വേറെയാണ്. നമ്മൾ ഈ രാഷ്ട്രീയക്കാർ പറയുന്നത് കേട്ടും മാത്രം വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ച് ഇതെല്ലാം നേരാണെന്ന് വിചാരിക്കുന്നത്. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർ നുണകളെ സത്യമാക്കാൻ വേണ്ടി നുണകൾ പല തവണ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ റിയലായിട്ട് നല്ലതല്ല. പ്രത്യേകിച്ച് നമ്മൾ മലയാള മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ ഒരു പരസ്യ മാർക്കറ്റാണ്. മലയാള മാധ്യമങ്ങളിൽ പറഞ്ഞ പരസ്യ മാർക്കറ്റാണ്. അത് ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ മാർക്കറ്റിങ്ങിനെ കാണിച്ചുകൊണ്ടേയിരിക്കും. റിയാലിറ്റി ഇവർക്കില്ല. റിയാലിറ്റി ഇവിടുത്തെ മലയാള മാധ്യമങ്ങൾ ഒന്നും ഒരു റിയാലിറ്റി കൊടുക്കാറില്ല ഒരു കാര്യത്തെക്കുറിച്ച്. നുണക്കഥകൾ പടച്ചു വിടുക എന്നുള്ളതാണ് മലയാള മാധ്യമങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾക്കറിയാം, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മരിച്ചു എന്ന് പറഞ്ഞ ഏകദേശം 5, 8, 10 തവണ വാർത്തകൾ കൊടുത്തു പല മലയാള ചാനലുകളും. ഇവർക്ക് സത്യം ആ കാണുന്ന സമയത്തുണ്ടാവുന്ന ചില ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ഇംപ്രഷൻ, അതിനു വേണ്ടി ഇവരെന്ത് സാഹസം കാണിക്കും. അതാണ് അവർ റേറ്റിംഗ് കൂട്ടുക എന്നുള്ളതാണ്. ഇതേ തന്നെയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ ചെയ്യുന്നത്. രാഷ്ട്രീയക്കാരൻ എന്ത് ചെയ്യും? ഇവിടെ കിടന്ന് രാഷ്ട്രീയക്കാരുടെ എന്ത് പ്രതിഷേധം വെച്ചാലും ഇസ്രായേൽ നടക്കുന്ന യുദ്ധത്തെ വാദിക്കാനേ പോകുന്നില്ല. കാരണം ഇവിടുത്തെ പ്രതിഷേധമൊന്നും അവരുടെ കണ്ണിൽ ഒരു കരട് അവരുടെ ഒരു മൈൻഡിൽ പോലും വരാത്ത കാര്യമാണ്. പക്ഷേ ഇവിടെയുള്ളവരെന്ത് ചെയ്യും? അവരുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇസ്രായേലിനെതിരാണ്, അല്ല ഞങ്ങൾ ഇറാൻ്റെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു കിംവദന്തി ഉണ്ടാക്കി മാക്സിമം അതിലൂടെ അവരെന്നാ പറയണ്ടത്, അതിൻ്റെ പ്രൊപ്പഗണ്ട തയ്യാറാക്കി മാക്സിമം ഞങ്ങളിലേക്ക് വരും, ഞങ്ങളാണ് ശരി എന്ന് പറയുന്ന ഒരു നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ നോക്കുന്നത്. അത് നമ്മൾ ഈ ഇലക്ഷനൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേ നമ്മുടെ ഒരു ബ്രെയിൻ ഉണ്ടല്ലോ, ഇതിനകത്ത് കിടക്കുന്ന സാധനം, ഇതൊന്ന് പ്രവർത്തിക്കണം കേട്ടോ. നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുക. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ എന്തെല്ലാം സംഭവിച്ചു, എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള ബുദ്ധി ഉപയോഗിച്ച് നിങ്ങളുടെ രാഷ്ട്രീയം ഒന്നും നോക്കണ്ട. ഇവിടെ നമ്മൾക്ക് വേണ്ട വികസന പ്രവർത്തനങ്ങൾ ആര് ചെയ്തു, നമ്മൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തും എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് നമ്മൾ നല്ല നല്ല ന്യൂസുകൾ ഇഷ്ടം പോലെ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടെന്നേ. കാലഘട്ടം മാറി, പണ്ടത്തെ പോലെയല്ല. നമ്മൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. നമുക്ക് തന്നെ പ്രതികരിക്കാനും നമുക്ക് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാനും നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനുമുള്ള കഴിവ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമുക്കുണ്ട്. പ്രതികരണശേഷിയുള്ള ഒരു തലമുറയാണ് ഇത് വരാൻ ഇരിക്കേണ്ടതും. അതുകൊണ്ട് തന്നെ പ്രതികരിക്കുക, കാര്യങ്ങൾ സംസാരിക്കുക. നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ അതിപ്രസരം കൊണ്ടോ അവരുടെ വാക്ചാതുര്യം കൊണ്ടോ മാത്രം വോട്ട് ചെയ്യരുത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക, ചുറ്റുപാടുള്ള കാര്യങ്ങളെ സാഹചര്യങ്ങളെ പറ്റി പഠിക്കുക, എന്നിട്ട് നമ്മൾ വോട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.